ഏതായാലും കെ.പി. യോഹന്നാൻ അന്തരിച്ചില്ലേ എന്ന ഇനി അല്പം വിവാദം കൂടെ ആയിക്കൊള്ളാം. എന്താ, നല്ലതല്ലേ? സ്വാഗതം, വീണ്ടും സ്വാഗതം. ഒരു വ്യക്തി മരിച്ചു കഴിഞ്ഞാൽ പിന്നെ രണ്ട് സാധ്യതകളെ അവശേഷിക്കുന്നുണ്ട്. ഒന്നുകിൽ ആ വ്യക്തി ഉയർത്തെഴുന്നേൽക്കണം, അല്ലെങ്കിൽ ആ വ്യക്തിയെപ്പറ്റി എന്തെങ്കിലും വിവാദമുണ്ടാകണം. ഏതായാലും നമ്മുടെ അറിവിലുള്ള ആരെപ്പറ്റിയും, അതിൽ കെ.പി. യോഹന്നാനും ഉൾപ്പെടും, അവർ ഉയർത്തെഴുന്നേൽക്കും. യേശുവിൻ്റെ രണ്ടാം വരവിന് മുമ്പ് തന്നെ ഉയർത്തെഴുന്നേൽക്കും എന്ന യാതൊരു പ്രതീക്ഷയും നമുക്കില്ല. അതുകൊണ്ട് നമ്മെ സംബന്ധിച്ചിടത്തോളം ആകെ അവശേഷിക്കുന്ന സാധ്യത ഒരു വിവാദം ഉണ്ടാക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമ്മെ വിട്ടു പിരിഞ്ഞ കെ.പി. യോഹന്നാൻ്റെ കാര്യത്തിലും വളരെ ആവേശമേറിയ ഒരു വിവാദം ഉടലെടുത്ത് കഴിഞ്ഞു എന്നത് എന്നെപ്പോലെ നിങ്ങൾക്കും അറിയാവുന്നതാണ്. ഒരു കൂട്ടർ കെ.പി. യോഹന്നാൻ നല്ല ഒരു വ്യക്തിയായിരുന്നുവെന്നും അദ്ദേഹം ആത്മാർത്ഥമായ സുവിശേഷ വയൽ പ്രദേശത്ത് അധ്വാനിച്ച ആളായിരുന്നുവെന്നും അനേക ആളുകൾക്ക് അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷ കൊണ്ട് അനുഗ്രഹം പ്രാപിപ്പാൻ, ആശ്വാസം പ്രാപിപ്പാൻ ഇടയായി എന്നും അദ്ദേഹത്തെ ഒരാരാധ്യപുരുഷനെ തന്നെ കാണണമെന്നുമുള്ള നിലപാടിൽ ഉറച്ചു നിൽക്കുമ്പോൾ, അതിൽ നിന്ന് തുലവും വ്യത്യസ്തമായി കെ.പി. യോഹന്നാൻ വെറും കാപട്യക്കാരനായിരുന്നു, കള്ളക്കമ്മട്ടക്കാരനായിരുന്നു, വഞ്ചകനായിരുന്നു, അമേരിക്കക്കാരെ കളിപ്പിക്കാൻ ഏറ്റവും വിദഗ്ധനായ വ്യക്തിയായിരുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ആരെയും പൈസ കൊടുത്ത് വാങ്ങിപ്പാൻ മടിയില്ലാത്ത മനുഷ്യനായിരുന്നു, ഇങ്ങനെയുള്ള നിലപാടുകൾ കൂടുതൽ ശക്തി പ്രാപിച്ചുകൊണ്ട് വരികയാണ്. ഇതിനെപ്പറ്റി നാം ഏത് പ്രകാരത്തിലുള്ള നിലപാട് എടുക്കണമെന്നതിനെപ്പറ്റി അല്പം ചിന്തിക്കുന്നത് ഉചിതമാണ്. മാത്രവുമല്ല, ഇങ്ങനെയുള്ള ഒരു അവസ്ഥ നമ്മെ വിളിച്ചറിയിക്കുന്ന യാഥാർത്ഥ്യം എന്താണ്? ജീവിതം എന്നെ പഠിപ്പിച്ച ഒരു വലിയ പാഠം എന്തു സംഭവിക്കുന്നു എന്നതുള്ളതല്ല, പിന്നെയോ എന്തൊക്കെ സംഭവിച്ചാലും അതിൽ കൂടെ നാം എന്താണ് മനസ്സിലാക്കുന്നത്, ഏത് വിധത്തിലുള്ള യാഥാർത്ഥ്യ ബോധമാണ് നാം കൈവരിക്കുന്നത്, ഈ സംഭവങ്ങളിൽ കൂടെ നാം പ്രാപിക്കുന്ന തിരിച്ചറിവുകൾ, പരിജ്ഞാനങ്ങൾ എന്താണ്, അതേത് തോതിൽ ഇനിയുള്ള കാലങ്ങളിൽ പ്രയോജനപ്പെടുത്തുവാൻ നമുക്ക് താല്പര്യമുണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് കൂടുതൽ പ്രാധാന്യം അർഹിക്കുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മുടെ ഇടയിൽ ഇപ്രകാരം വളരെ വേറിട്ട ഒരു ജീവിതം നമ്മുടെ കാലത്ത് ഉണ്ടായി. അത് തികച്ചും രഹസ്യമായ ഒരു ജീവിതമായിരുന്നില്ല, ഭൂരിപക്ഷവും പരസ്യമായ ജീവിതമായിരുന്നു. എന്നാൽ പരസ്യമായ ജീവിതത്തിലും രഹസ്യത്തിൻ്റെ ഒരു ഭാഗം, ഒരു ഡയമെൻഷൻ ഉണ്ടായിരിക്കും എന്ന് നമുക്കറിയാം. മനുഷ്യജീവിതം എത്ര പരസ്യമാണെങ്കിലും അത് മഞ്ഞുമലകൾ പോലെയാണ്. അതിൻ്റെ 10% മാത്രമേ ദൃശ്യമായി വെളിയിൽ കാണുകയുള്ളൂ. ബാക്കി 9 ഭാഗവും അല്ലെങ്കിൽ ഭാഗങ്ങളും ജലനിരപ്പിന് താഴെയാണ്. ഐസ്ബർഗ്, only 1/10 of it will be seen above the level of water. 9/10 of it is below the water level. നമുക്കറിയാവുന്ന മനുഷ്യജീവിതം അങ്ങനെ തന്നെയാണ്. അപ്പോൾ നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരു വ്യക്തിയെ വിലയിരുത്തുമ്പോൾ ഈ ജലപ്പരപ്പിന് മുകളിൽ ദൃശ്യമാകുന്ന ഈ 10% ഭാഗത്തെ മാത്രം ആശ്രയിച്ച് എന്തെങ്കിലും ഒരു ധാരണ അല്ലെങ്കിൽ ഒരു നിലപാട് രൂപീകരിക്കാൻ നമുക്ക് കഴിയുകയുള്ളൂ എന്നത് നാം പലപ്പോഴും മറന്നു പോകുന്ന ഒരു കാര്യമാണ്. ഉപരിപ്ലവമായ വ്യക്തിത്വത്തിൻ്റെ അല്ലെങ്കിൽ സ്വഭാവത്തിൻ്റെ ഒരു തിരിച്ചറിവ്
എന്തെങ്കിലും ഒരു ചെറിയ അംശം കണ്ടാൽ അത് മാത്രമാണ് സത്യം, അതിനപ്പുറത്തൊന്നുമില്ല എന്ന ശാഠ്യത്തിൽ ഒരു വലിയ കണ്ടുപിടുത്തം, ഒരു നിഗമനം എടുത്തുകയും എന്നെ എത്ര തെളിവുകൾ ആ നിലപാടിനെതിരെ അവതരിപ്പിച്ചാലും അതിനെ അള്ളിപ്പിടിച്ച് നിൽക്കുകയും തെളിവുകൾ അവതരിപ്പിക്കുന്തോറും കൂടുതൽ കൂടുതൽ കോപത്തോടുകൂടെ പ്രതികരിക്കുകയും ചെയ്യുന്ന ഒരു സ്വഭാവം, അതാണ് ഉപരിപ്ലവതയുടെ സ്വഭാവം. അത് ഈ കാലത്ത് വളരെയധികം നമ്മുടെ ഇടയിൽ സ്ഥിതി ചെയ്യുന്നുണ്ട്, ക്രിയ ചെയ്യുന്നുണ്ട് എന്നത് അനുഭവത്തിൽ കൂടെ ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ്. മറ്റൊരു പ്രശ്നം, ഇത് പ്രത്യേകിച്ച് കേരളത്തിലും ഭാരതത്തിലുമാണ് പാശ്ചാത്യ രാജ്യങ്ങളെക്കാൾ കൂടുതൽ ഞാൻ കണ്ടിട്ടുള്ളത്. ഏതെങ്കിലും ഒരു കാര്യത്തെപ്പറ്റി ഒരു നിലപാടെടുത്തു കഴിയുമ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായ നിലപാടുകൾ ഉള്ളിൽ വെച്ച് പുലർത്തുന്ന ആളുകൾ, അവരിൽ നിന്ന് വ്യത്യസ്തമായി ചിന്തിക്കുന്ന ആളുകളെ ശത്രുക്കളായിട്ടാണ് കാണുന്നത്. ആശയങ്ങളെ ആശയങ്ങൾ കൊണ്ട് എതിർക്കുവാൻ, വസ്തുതയെ വസ്തുത കൊണ്ട് അഭിമുഖീകരിക്കുവാൻ എന്തുകൊണ്ടോ നമുക്ക് കഴിയാതെ വരുന്നു. അതുകൊണ്ടെല്ലാം വൈകാരികമായ ഒരു സമീപനമാണ്. യുക്തിപരമായ സമീപനങ്ങളെ അങ്ങ് മാറ്റിവെച്ചിട്ട് എല്ലാം വൈകാരികമാക്കി ആശയവിനിമയം എപ്പോഴും വ്യക്തിബന്ധങ്ങളെ മുറിവേൽപ്പിക്കുന്ന വിധത്തിൽ അധപ്പതിച്ച് പോകുന്നൊരു അവസ്ഥയുണ്ട്. ഇതൊക്കെ നാം എപ്പോഴും പരിഗണിക്കേണ്ട ഒരാവശ്യമുണ്ടെന്ന് മാത്രം ഞാൻ ഹ്രസ്വമായൊന്ന് സൂചിപ്പിക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ. KP യോഹന്നാനെ പറ്റി ഓരോരുത്തർക്കും വ്യത്യസ്തമായ അനുഭവങ്ങളാണ്. അത് തികച്ചും ന്യായമാണ്, സ്വാഭാവികമാണ്. നാം ആരും ഒരു വ്യക്തിയെ ആ വ്യക്തിയുടെ പൂർണ്ണതയിൽ അറിയുന്നില്ല. അപ്പോൾ എനിക്കൊരു ഭാര്യയുണ്ട്. ആ സ്ത്രീയോടുകൂടെ ഞാൻ വസിക്കാൻ തുടങ്ങിയിട്ട് 40-45 വർഷമായി. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ആ വ്യക്തിക്ക് എന്നെയോ എനിക്ക് ആ വ്യക്തിയെയോ പൂർണ്ണമായി അറിയുവാൻ സാധിച്ചിട്ടുണ്ട് എന്ന സത്യസന്ധമായിട്ട് ഒരവകാശം പറയുവാൻ ഞങ്ങൾക്ക് സാധ്യമല്ല. നിങ്ങൾ ഞങ്ങളെക്കാൾ മിടുക്കൽ ഉള്ളവരായിരിക്കും. അതുകൊണ്ട് നിങ്ങളുടെ അനുഭവം എന്താണെന്ന് എനിക്കറിഞ്ഞു. ഞാൻ എൻ്റെ കാര്യമേ പറയുന്നു. എൻ്റെ കൂടെ 40 വർഷം ജോലി ചെയ്ത ആളുകളുണ്ട്. അതായത് ആഴ്ചയിൽ 5 ദിവസമെങ്കിലും കുറഞ്ഞത് 4 മണിക്കൂർ 5 മണിക്കൂർ ഒരേ സാഹചര്യത്തിൽ ജോലി ചെയ്ത ആളുകൾ. അവരൊരാളെ പറ്റി പോലും എനിക്ക് ആ വ്യക്തിയുടെ പൂർണ്ണത അറിയാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് അവകാശപ്പെടുവാൻ സാധ്യമല്ല. ഇതൊരു ജീവിത യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് നാം മറ്റുള്ളവരെ പറ്റി ഒരു നിലപാട് സ്വീകരിക്കരുത്, അവരെ പറ്റി അഭിപ്രായം ഒന്നും പറയരുത് എന്ന അർത്ഥത്തിലല്ല ഞാനീ പറയുന്നത്. നാം ആർജിച്ചിരിക്കുന്ന അറിവുകളും അതിനെ ആസ്പദമാക്കി രൂപീകരിക്കുന്ന നിലപാടുകളും തികച്ചും അംശം മാത്രമാണ്. അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, ഇപ്പോൾ നാം ഭാഗികമായി മാത്രം കാണുന്നു, ഭാഗികമായി മാത്രം അറിയുന്നു. ആ ഒരു യാഥാർത്ഥ്യത്തിന് മാർജിൻ ഇട്ടുകൊണ്ട് വേണം നാം ആളുകളെ, പ്രത്യേകിച്ച് മനുഷ്യരെ പരിഗണിക്കാൻ എന്ന ഒരു അറിവാണ്. ഞാൻ KP യോഹന്നാനെ പറ്റിയുള്ള ചില നല്ല വശങ്ങൾ, വ്യക്തിപരമായി ഞാൻ അറിഞ്ഞ വശങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ചെയ്ത ആദ്യ വീഡിയോയെ പറ്റിയാണ് കൂടുതൽ വിവാദങ്ങൾ ഇപ്പോൾ നിലനിൽക്കുന്നത്. ചിലർ അത് സത്യസന്ധമായ ഒരു അവതരണമാണെന്നും ചിലർ അങ്ങനെ അല്ല എന്നും, എനിക്ക് KP യോഹന്നാനെ അറിയാൻ വയ്യാഞ്ഞതുകൊണ്ട് ഞാൻ അപ്രകാരം പറഞ്ഞതാണ് എന്നും നിലപാടുകൾ എടുക്കുന്നു. എനിക്കിതിനെപ്പറ്റി യാതൊരു പരാതിയുമില്ല. എന്നെ ഞാൻ പറയുന്ന കാര്യങ്ങളോട് ആരെങ്കിലും യോജിച്ചതുകൊണ്ട് പ്രത്യേകമായ മമതയോ ആരെങ്കിലും അതിനെ എതിർത്തതുകൊണ്ട് എനിക്ക് പ്രത്യേകമായ വിരോധവുമില്ല. പക്ഷേ ഒരേ ഒരു അഭ്യർത്ഥന മാത്രമേ എനിക്കുള്ളൂ. അതായത് ഞാൻ അവതരിപ്പിക്കുന്ന ഏതെങ്കിലും ആശയങ്ങൾ അതിനോട് വിയോജിക്കുമ്പോൾ ഏത് അടിസ്ഥാനത്തിൽ വിയോജിക്കുന്നു എന്നുകൂടെ ഒന്ന് സൂചിപ്പിച്ചാൽ അതെനിക്കും
ഈ ചിന്താസരണിയിൽ പങ്കെടുക്കുന്ന ആളുകൾക്കും പ്രയോജനപ്പെടും. അല്ലാതെ താൻ പറയുന്ന കാര്യമൊന്നും എനിക്ക് സൂഹിക്കുന്നില്ലടോ, താനൊരു കിഴവനാണ് എന്ന് പറഞ്ഞതുകൊണ്ട് ആർക്കും ഒരു നേട്ടവും ഉണ്ടാകുന്നില്ല. പറയുന്ന ആൾക്കോ അത് കേൾക്കുന്നയാൾക്കോ മറ്റ് സാക്ഷികളായിട്ടുള്ള ആളുകൾക്കോ യാതൊരു പ്രയോജനവുമില്ല. ഈ യൂട്യൂബ് ചാനലിൽ കൂടെ അതിൽ പങ്കെടുക്കുന്ന ഏവർക്കും നന്മയുണ്ടാകണമെന്ന ആത്മാർത്ഥമായ ആഗ്രഹത്തിലാണ് ഞാൻ ഇതിലേക്ക് കാലുവയ്ക്കുന്നത്. ആരെയും വാദിച്ചു തോൽപ്പിക്കാനോ ആരെയും മാനസാന്തരപ്പെടുത്താനോ അല്ല ഞാൻ ഇറങ്ങിയിരിക്കുന്നത്. ഞാൻ നിങ്ങളുടെ ഓരോരുത്തരുടെയും കൂടെ സഞ്ചരിച്ച് എനിക്കറിയാവുന്ന കാര്യങ്ങൾ നിങ്ങളെ അറിയിച്ചും നിങ്ങളിൽ നിന്ന് പഠിക്കാൻ ശ്രമിച്ചും നാം ഇപ്രകാരം ഒരു സംഭാഷണത്തിൽ ഏർപ്പെടുമ്പോൾ ഒരുപക്ഷെ നാം ഇരുകൂട്ടരും അറിയാതെ പൊന്തി വരുന്ന ആശയങ്ങളെ ബഹുമാനിച്ചും സ്വീകരിച്ചും ആദരിച്ചും ആസ്വദിച്ചും അങ്ങനെ ധന്യമായി നമ്മുടെ നാളിൽ കഴിക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് നാം ഇറങ്ങിത്തിരിച്ചിരിക്കുന്നത്. അപ്രകാരം തന്നെ പങ്കെടുക്കുന്നവരാണ് ബഹുഭൂരിപക്ഷം ആളുകളും എന്നതിനെപ്പറ്റി ഓർത്ത് ഞാൻ വളരെ സന്തോഷിക്കുകയും അഭിമാനിക്കുകയും ചെയ്യുകയാണ്. ഒരുപക്ഷേ നമ്മുടെ യൂട്യൂബ് ചാനലിനോട് സമമായി മറ്റ് അധികം യൂട്യൂബ് ചാനലുകളില്ല എന്നതാണ് എൻ്റെ വലിയ വിശ്വാസം. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണക്കാർ നിങ്ങളാണ്. നിങ്ങൾ കാണിക്കുന്ന താല്പര്യവും പക്വതയുമാണ്. അതിന് ഒപ്പം വളരുവാൻ എനിക്കും ഇടയാകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഇനിയും ഞാൻ ഇന്ന് രാവിലെ ചെയ്ത ഒരു വീഡിയോ, അതായത് KP യോഹന്നാനെ പറ്റി ചെയ്ത രണ്ടാമത്തെ വീഡിയോ, KP യോഹന്നാൻ നമുക്ക് മാതൃകയാകണമോ അതോ താക്കീതാകണമോ എന്ന ശീർഷകത്തിൽ ചെയ്ത വീഡിയോ, അതിനോടും ഉള്ള പ്രതികരണങ്ങൾ ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് അതിൻ്റെ വെളിച്ചത്തിൽ ഒരേ ഒരു ആശയം മാത്രം ഞാൻ അവതരിപ്പിക്കുകയാണ്. വളരെ സുപ്രധാനമായ ഒരാശയം, അതെൻ്റെ ജീവിത അനുഭവത്തോട് വളരെ പറ്റി നിൽക്കുന്ന ഒരാശയം കൂടെ ഞാൻ നിങ്ങളുമായി പങ്കിടുകയാണ്. ഞാൻ ഏത് ആത്മാവിൽ ഇത് നിങ്ങളുമായി പങ്കിടുന്നുവോ അതേ ആത്മാവിൽ കഴിയുന്നത്രയും ഇതിനോട് പ്രതികരിക്കുകയും ഞാൻ പറയുന്ന ആശയത്തിൻ്റെ പ്രസക്തി മനസ്സിലാക്കാൻ ശ്രമിക്കുകയും ചെയ്യും എന്ന പ്രതീക്ഷ എനിക്ക് നന്നേ ഉണ്ട്. ഞാൻ ഇന്ന് ചെയ്ത രണ്ടാമത്തെ വീഡിയോയിൽ KP യോഹന്നാൻ എന്തുകൊണ്ട് ഭീമമായ സാമ്പത്തികമായ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി എന്ന് അദ്ദേഹം നൽകിയ ഒരു വിശദീകരണത്തെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതായത് വിദേശത്തു നിന്നുള്ള സംഭാവനകളുടെ ഒഴുക്ക് നിന്നു പോകുമ്പോൾ ഈ വലിയ സഭ ഇറങ്ങലിച്ചു പോകാതെ, അതിൻ്റെ പ്രവർത്തനങ്ങൾ നിലച്ചു പോകാതെ ഈ സഭയ്ക്ക് സാമ്പത്തികമായ സ്വയം പര്യാപ്തത ഉണ്ടാകണം. അത് സുനിശ്ചിതമാക്കുന്നതിന് വേണ്ടി ഭൗതികമായ ഈ സമ്പത്ത് സംഭരണം ഉണ്ടാകുക വളരെ അനിവാര്യമാണ്, അത്യാവശ്യമാണ് എന്ന് KP യോഹന്നാൻ ആത്മാർത്ഥമായി വിശ്വസിച്ചതുകൊണ്ട് അല്പം ദീർഘവീക്ഷണത്തോടു കൂടെ തന്നെയാണ് അദ്ദേഹം ഇത് ചെയ്തിരിക്കുന്നത് എന്നാണ് അദ്ദേഹം അവകാശപ്പെട്ടത്. അന്ന് അദ്ദേഹം അങ്ങനെ അവകാശപ്പെടുമ്പോൾ അങ്ങനെയല്ല എന്ന് അദ്ദേഹത്തോട് വാദിക്കുവാൻ തക്കതായ ഒരു തെളിവോ അടിസ്ഥാനമോ മനസ്ഥിതിയോ എനിക്കുണ്ടായിരുന്നില്ല എന്ന ഈ സമയത്ത് ഞാൻ സമ്മതിച്ചു കൊള്ളട്ടെ. ഞാനിപ്പോൾ ഈ സാഹചര്യത്തെ ഒന്ന് പരിശോധിക്കുമ്പോൾ, വിശ്ലേഷണം ചെയ്യുമ്പോൾ, മനനം ചെയ്യുമ്പോൾ എൻ്റെ മനസ്സിൽ പൊന്തി വരുന്ന വളരെ പ്രധാനപ്പെട്ട വ്യക്തമായ ഒരാശയമുണ്ട്. അത് ഏവരുടെയും ശ്രദ്ധ അർഹിക്കുന്നത് കൊണ്ട് അല്പം വിശദാംശത്തോടെ വിശദമായി ഡീറ്റെയിൽഡായി നിങ്ങളുമായി പങ്കിടുവാൻ നിങ്ങളെന്നെ അനുവദിക്കാം. നിങ്ങൾ KP യോഹന്നാൻ്റെ ഈ ഒരു വിശദീകരണത്തെ ശ്രദ്ധിക്കുമെങ്കിൽ അല്പം മനഃശാസ്ത്രത്തിൻ്റെ കണ്ണുകൊണ്ട് അതിനെ ഒന്ന് പരിശോധിക്കുമെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകും. KP യോഹന്നാൻ്റെ മനസ്സിൽ താൻ നട്ടുവളർത്തുകയും വളരെയധികം തലയെടുപ്പ് ഉണ്ടാകുവാൻ തക്കവണ്ണം അധ്വാനിച്ച് പരിപോഷിപ്പിച്ച് വളർത്തിയെടുത്ത ഈ സഭ സാമ്പത്തിക കാരണങ്ങളാൽ ഒരു പ്രതിസന്ധിയിലാകുവാനുള്ള സാധ്യതയുണ്ട് എന്ന കാര്യം അദ്ദേഹത്തെ നന്നേ അലട്ടിയിരുന്നു. അതുകൊണ്ടാണ് ഇപ്രകാരമുള്ള ക്രമീകരണം നടത്തിയതെന്ന് അദ്ദേഹം പറയുമ്പോൾ അദ്ദേഹം
പറഞ്ഞ കാര്യം ആത്മാർത്ഥതയുള്ളതാണ് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അല്ല എന്ന് വിശ്വസിക്കാനുള്ള തെളിവുകൾ എൻ്റെ കയ്യിലില്ല. നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങളങ്ങനെ വിശ്വസിക്കണമെന്നില്ല. പക്ഷേ ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങൾ ദയവായി ശ്രദ്ധിക്കുക. ഇവിടെ നാം ഈ ഒരു കാഴ്ചപ്പാടിനെ അല്ലെങ്കിൽ നിലപാടിനെ ഒന്ന് പരിശോധിക്കുമ്പോൾ മനസ്സിലാകുന്നത്, എനിക്കിപ്പോൾ മനസ്സിലാകുന്ന അപ്പോൾ മനസ്സിലാകാതിരുന്നത്, കെ.പി. യോഹന്നാനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം പരാജയത്തെ ഭയന്നിരുന്നു എന്നുള്ളതാണ്. താനൊരു വലിയ സംരംഭം ആരംഭിച്ചു. അത് അത്ഭുതകരമായി വളർന്നു, വിപുലീകരിക്കപ്പെട്ടു. അത് പലരുടെയും കണ്ണിൽ ആശ്ചര്യത്തിൻ്റെ കാരണമായി തീർന്നു. അങ്ങനെയുള്ളൊരു സംരംഭം പെട്ടെന്ന് സാമ്പത്തികമായ പിൻബലമില്ലാത്തത് കൊണ്ട് നശിച്ചുപോയി എന്ന് വരരുത്. തൻ്റെ ജീവിതത്തിൻ്റെ സായാഹ്നത്തിൽ പരാജയപ്പെട്ടു എന്ന് വരരുത് എന്ന വലിയ നിർബന്ധം അദ്ദേഹത്തിനുണ്ടായിരുന്നു. യാതൊരു സംശയമില്ല. എന്നാൽ കെ.പി. യോഹന്നാൻ മനസ്സിലാക്കാതെ പോയ ഒരു വലിയ തത്വം, ക്രിസ്തു മതത്തിൻ്റെ ആധാരമായ നസ്രയനായ യേശു ലോക ചരിത്രത്തിലെ ഏറ്റവും വലിയ പരാജയം ഏറ്റുവാങ്ങിയ ഒരു വ്യക്തിത്വമാണ്. 33-ാമത്തെ വയസ്സിൽ താൻ ആർക്കു വേണ്ടിയൊക്കെ അധ്വാനിച്ചുവോ, ഊണും ഉറക്കവും ഇല്ലാതെ ആർക്കൊക്കെ വേണ്ടി അധ്വാനിച്ചുവോ, എത്രയോ വലിയ വില കൊടുത്ത് അവരുടെ നന്മയ്ക്ക് വേണ്ടി താൻ ഊണും ഉറക്കവും ഒഴിച്ച് അധ്വാനിച്ചു. അവരെല്ലാവരാലും ഉപേക്ഷിക്കപ്പെട്ട് ഏകനായി ക്രൂശും ചുമന്നുകൊണ്ട് കാൽവറിയിലേക്ക് നടന്നു പോകുന്ന ആ ഒരു വ്യക്തിയെ നിങ്ങളെങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്? സർവ്വലോകത്തിൻ്റെ മഹത്വം, ഈ ഭൂമിയുടെ പരപ്പിലുള്ള എല്ലാ രാജ്യങ്ങളുടെയും അധികാരം ഒറ്റ നിമിഷം കൊണ്ട് പ്രാപിക്കാൻ ഉള്ള സാഹചര്യം സാത്താൻ ഒരുക്കിയിട്ടും അതിനെ പൂർണ്ണമായി നിരാകരിച്ചുകൊണ്ട് ദൈവത്തെ മാത്രമേ നമസ്കരിക്കാവൂ എന്ന ആ നിർബന്ധത്തിൽ, സ്പഷ്ടമായ ആ ഒരു ധാരണയിൽ അടിയുറച്ചു നിന്ന് അത് അന്ന് മുതൽ ക്രൂശിൻ്റെ പാതയിലേക്ക് കാലെടുത്ത് വെച്ച ആ വ്യക്തിത്വം, അത് പരാജയത്തിൻ്റെ വഴിയല്ലായിരുന്നു. അതിനേക്കാൾ വലിയൊരു പരാജയം നിങ്ങൾക്ക് ഊഹിക്കാൻ സാധിക്കുമോ? എനിക്ക് പ്രിയമുള്ളവരെ, എൻ്റെ ജീവിത സാക്ഷ്യമായി ഏവരോടും എനിക്കറിയിക്കാനുള്ളത്, ഈ ക്രൂശിൻ്റെ മാർഗത്തിൽ സഞ്ചരിക്കുവാൻ താല്പര്യമുള്ളവർ ആദ്യമായി സ്വീകരിക്കേണ്ടത് പരാജയപ്പെടുവാനുള്ള മനസ്ഥിതിയാണ്, പരാജയപ്പെടുവാനുള്ള ധൈര്യമാണ്, പരാജയപ്പെടുവാനുള്ള സമർപ്പണമാണ്. ഞാൻ ചെയ്യുന്ന അല്ലെങ്കിൽ ഏർപ്പെട്ടിരിക്കുന്ന സംരംഭങ്ങൾ നിശ്ചയമായും വിജയിക്കും, ആ ഒരു ഗ്യാരണ്ടി എനിക്ക് തരണം. ഇപ്പോൾ മോദി പറയുന്നല്ലോ, മോദി ഗ്യാരണ്ടി, മോദിക്ക് ഗ്യാരണ്ടി ഹേ. ഒരു ഗ്യാരണ്ടി കൊണ്ടും ഈ വിശ്വാസത്തിൻ്റെ പാതയിൽ സഞ്ചരിപ്പാൻ സാധ്യമല്ല. എന്നാൽ ഒരു കാര്യം അതുകൊണ്ട് തന്നെ സ്വീകരിച്ചേ മതിയാകൂ. നാം പരാജയപ്പെടണം എന്നത് ദൈവഹിതമെങ്കിൽ, നാം ക്രൂശീകരിക്കപ്പെടണം എന്നത് ദൈവഹിതമെങ്കിൽ, അത് നിരുപാധികം സ്വീകരിക്കാനുള്ള മനസ്സുള്ളവർക്ക് മാത്രമേ സത്യത്തിൻ്റെ സാക്ഷികളായി നിലനിൽക്കുവാനോ യേശുവിൻ്റെ വഴിയിൽ സഞ്ചരിപ്പാനോ ദൈവഹിതം ഈ ഭൂമിയുടെ പരപ്പിൽ നിറവേറ്റുവാനോ സാധ്യമാകുകയുള്ളൂ എന്ന അടിസ്ഥാന തത്വം സഭകൾ ഉപേക്ഷിച്ചിട്ട് സഹസ്രാബ്ദങ്ങളായി, നൂറ്റാണ്ടുകളായി. ഏതാണ്ട് സഭ രൂപീകരിക്കപ്പെട്ട നിമിഷം തന്നെ ഇത് ഉപേക്ഷിക്കപ്പെട്ട ഒരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് തന്നെ സഭ എപ്പോഴും ചരിത്രത്തിൽ പുത്തൂരുത്വത്തിൻ്റെയും കോംപ്രമൈസ്, പ്ലേയിങ് ഇറ്റ് സേഫ്, ഒരു വിധത്തിൽ നഷ്ടം വരാത്ത വഴി എന്തുണ്ട് അത് മാത്രം അന്വേഷിച്ച് നടക്കും. ഈ ഒരു കാര്യം മുമ്പിൽ കണ്ടുകൊണ്ടാണ് യേശു പറയുന്നത്, രണ്ട് വഴികൾ നിങ്ങളുടെ മുമ്പിലുണ്ട്, ഇടുങ്ങിയ വഴി, വിശാലമായ വഴി. ഈ വിശാലമായ വഴി എന്താണ്? ഞാൻ ജയിക്കും,
ഒരു കാലത്തും പരാജയപ്പെടുകയില്ല എന്ന ഗ്യാരണ്ടി ഉണ്ട് എന്ന പ്രതീതി സൃഷ്ടിക്കുന്ന വഴിയാണിത്. ഇടുങ്ങിയ വഴി എന്താണ്? പരാജയപ്പെട്ടാലും ഞാൻ ഈ വഴിയെ തന്നെ സഞ്ചരിക്കും എന്ന തീരുമാനമാണ്. പ്രിയമുള്ളവരെ, ഞാൻ എൻ്റെ ജീവിതത്തിൻ്റെ അനുഭവങ്ങൾ ഈ സന്ദർഭത്തിൽ ചിലത് നിങ്ങളുമായി പങ്കിടുന്നത് നിങ്ങൾ സഹിക്കണം, ക്ഷമിക്കണം. പലരും ഇതിനെപ്പറ്റി ഞാൻ എൻ്റെ മാഹാത്മ്യം വിളിച്ചറിയിക്കാനുള്ള തത്രപ്പാടിലാണ് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഞാൻ ഈ പറയുന്ന ആശയങ്ങളുടെ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ച സത്യങ്ങളാണ് എന്നത് കൂട്ടി പറയുമ്പോൾ, എന്ന സാക്ഷ്യം കൂടെ ഉൾപ്പെടുത്തി പറയുമ്പോൾ അതിന് കുറച്ചുകൂടെ ആധികാരികത ഉണ്ടാകും എന്ന ഒരേ ഒരു പരിഗണനയിലാണ് ചില കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ നിന്ന് അടർത്തി നിങ്ങളുടെ പരിഗണനയ്ക്കായി ഞാൻ സമർപ്പിക്കും. ഞാൻ സെൻറ്റ് സ്റ്റീഫൻസ് കോളേജിൻ്റെ പ്രിൻസിപ്പലായ ആയ സമയത്ത് തീർച്ചയായും ഒരു കാര്യം എൻ്റെ മനസ്സിൽ വളരെ വ്യക്തമായിരുന്നു. ഇത് എന്നെ പറ്റിയുള്ള ദൈവഹിതമാണ്. അതുകൊണ്ട് തന്നെ ഏത് പ്രയാസവും പ്രതികൂലവും വന്നാലും അതിനെ അഭിമുഖീകരിക്കുവാൻ ഞാൻ ബാധ്യസ്ഥനാണ്. ഏത് അപകടവും നഷ്ടവും വന്നാൽ അത് സ്വീകരിപ്പാൻ ഞാൻ കടപ്പെട്ടവനാണ് എന്നതിനെപ്പറ്റി എനിക്ക് വ്യക്തതയുണ്ടായിരുന്നു. ഞാൻ കോളേജിൻ്റെ ചരിത്രത്തിൽ അതിനു മുൻപ് ഒരിക്കലും ഉണ്ടാകാത്ത വിധത്തിലുള്ള ഭരണ പരിഷ്കാരങ്ങൾ അവിടെ ആരംഭിച്ചപ്പോൾ ഈ രാജ്യത്ത് സ്വാധീനവും ഭുജബലവും സാമ്പത്തിക ശേഷിയുമുള്ള വൻ ശക്തികൾ സംഘടിതമായി എനിക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ചു. അങ്ങനെ വരുമെന്ന് എനിക്ക് മുന്നമേ അറിയാമായിരുന്നു. ഞാൻ അറിയാൻ വയ്യാതെ ചെയ്തതല്ല. എന്നാൽ ഞാനൊരു പ്രത്യേക സന്ദർഭം നിങ്ങളോട് പറയാം. 2007 ജൂൺ മാസം 12 സെൻറ്റ് സ്റ്റീഫൻസ് കോളേജിൻ്റെ സ്റ്റാഫ് റൂമിൽ ഒരു വലിയ പ്രസ് കോൺഫറൻസ് നടക്കുകയാണ്. ഞാൻ കോളേജിൻ്റെ ചരിത്രത്തിൽ ആദ്യമായൊരു അഡ്മിഷൻ പോളിസി ഉണ്ടാക്കി. ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിൽ നിന്നുള്ള യുവതി യുവാക്കന്മാർക്ക് കോളേജിൽ അഡ്മിഷൻ കിട്ടുവാൻ തക്കതായ 50% കോട്ട റിസർവേഷൻ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ കോളേജിൻ്റെ ചരിത്രത്തിൽ ആദ്യമായി ധൈര്യം കാട്ടി. അതിന് മുൻപ് അങ്ങനെ ഒരു പോളിസി ഇല്ലായിരുന്നു. ഭരണഘടന അനുവദിക്കുന്ന 50% റിസർവേഷൻ കോളേജിൽ പ്രാവർത്തികമാക്കുവാൻ എനിക്ക് മുൻപ് ആരും തന്നെ ധൈര്യം കാട്ടിയില്ല. കാരണം സെൻറ്റ് സ്റ്റീഫൻസ് കോളേജിൻ്റെ ഖ്യാതി കൊണ്ട്, സ്വാധീനവും ശക്തിയും അധികാരവും പണക്കൊഴുപ്പുമുള്ള ആളുകളുടെ മക്കൾക്കും കൊച്ചുമക്കൾക്കും അവിടെ അവകാശമുണ്ട്, കുത്തക അവകാശമുണ്ട് എന്ന ഒരു ധാരണയിലായിരുന്നു ഞാൻ. 1971 മുതൽ കണ്ടു വരികയാണ്. ഇതിനൊരു മാറ്റം സംഭവിച്ചേ മതിയാകൂ എന്ന് ഞാൻ തീരുമാനിച്ചു. അത് ഞാൻ തീരുമാനിച്ചതല്ല, അതിനുവേണ്ടിയാണ് എന്നെ അങ്ങോട്ട് അയക്കുന്നതാണ് എൻ്റെ നിയോഗം എന്നതിനെപ്പറ്റി എനിക്ക് 100% തിട്ടമുണ്ടായിരുന്നു. ഞാൻ അത് സംബന്ധമായ പോളിസി ആവിഷ്കരിച്ചു. അത് പരസ്യമായി നടപ്പാക്കാൻ ഞാനൊരു പ്രസ് കോൺഫറൻസ് നടത്തി. ഞാൻ എൻ്റെ പോളിസി വിശദീകരിച്ച് കഴിഞ്ഞപ്പോൾ NDTVയുടെ റിപ്പോർട്ടറായിരുന്ന ഒരു യുവാവ് എഴുന്നേറ്റ് പറഞ്ഞു, ഇതാണ് താൻ ചെയ്യാൻ പോകുന്നതെങ്കിൽ 3 ദിവസം ഇവിടെ ഇരിക്കാൻ ഞങ്ങൾ അനുവദിക്കുകയില്ല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചിരിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു, 3 ദിവസം ഇവിടെ ഇരിക്കണമെന്ന് ആർക്കാണ് താല്പര്യം? പക്ഷേ 3 മിനിറ്റ് ഞാൻ ഇവിടെ ഇരുന്നാൽ ഈ സ്ഥാപനത്തിൻ്റെ സ്വഭാവം മാറ്റും, സംശയിക്കേണ്ട എന്ന് ഞാൻ പറഞ്ഞു. ഇത് ധിക്കാരമാണ് എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നും. പക്ഷേ അതിൻ്റെ പശ്ചാത്തലം നിങ്ങൾക്ക് മനസ്സിലാകുമെങ്കിൽ അത് മാത്രമാണ് എൻ്റെ മറുപടി എന്ന് നിങ്ങൾക്കൊരു പക്ഷേ ബോധ്യമായി തീരും. ഞാൻ ന്യായീകരിക്കാൻ പറയുന്നതല്ല. അതിനുശേഷം ഞാൻ അനുഭവിച്ച അവസ്ഥകൾ, ഞാൻ നടന്നു പോകേണ്ടി വന്ന തീച്ചൂളകൾ, ശദ്രക്, മേശക്, അബേദ്നെഗോവ് എനിക്ക് മുൻപേ നടന്നതുപോലെ നിങ്ങളെൻ്റെ പുസ്തകം വായിച്ചാൽ അത് മനസ്സിലാകും. എന്നാൽ ഡൽഹിയിലുള്ള മറ്റെല്ലാ കോളേജുകളിലെയും പ്രിൻസിപ്പൽസ് എന്നെ വിളിച്ച് ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് ഈ ധൈര്യം എവിടെ നിന്നാണ് വരുന്നത്? ഞങ്ങളോടൊന്ന് പറഞ്ഞു തരൂ എന്ന് എത്രയോ പേരെന്നോട് പറഞ്ഞു. പക്ഷേ അതിൻ്റെ തത്വം, അതിൻ്റെ രഹസ്യം മറ്റൊന്നുമല്ല, പരാജയം ഏറ്റുവാങ്ങുവാനുള്ള മനസ്സാണ്. എനിക്ക് എൻ്റെ കസേര പോകുന്നത് ഒരു പ്രശ്നമായിരുന്നില്ല.
ഏത് നിയോഗത്തോടു കൂടെയാണ് എന്നെ അങ്ങോട്ട് അയച്ചിരിക്കുന്നത്? എന്നെപ്പറ്റിയുള്ള ദൈവഹിതം എന്താണ്? എന്താണ് എന്നിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് എന്നതിനെപ്പറ്റി വ്യക്തതയുണ്ടായിരുന്ന സാഹചര്യത്തിൽ അത് നടപ്പിലാക്കുവാൻ എന്തെല്ലാം കഷ്ടവും നഷ്ടവും അപകടവും സഹിക്കേണ്ടി വന്നാലും അതിൽ നിന്ന് പിന്മാറുകയില്ല. ആരുടെയും ഔദാര്യം ആവശ്യമില്ല. ഇഫ് ഗോഡ് ഈസ് വിത്ത് യു, ഹൂ ക്യാൻ ബി അഗെൻസ്റ്റ് യു? ദൈവം നിങ്ങളോട് കൂടെയുണ്ടെങ്കിൽ നിങ്ങൾ ഏത് ശത്രുവിനെ പേടിക്കണം? ഞാൻ ആത്മാർത്ഥമായി വിശ്വസിക്കുന്നു. എന്ന് മാത്രവുമല്ല, ഞാൻ അവിടെ പട്ടുപോകുന്നത് വീണ് ശവമായി തീരുന്നതാണ് ദൈവത്തിൻ്റെ ഹിതമെങ്കിൽ അത് സ്വീകരിപ്പാൻ 100% എനിക്ക് മനസ്സായിരുന്നു. മരണത്തെ പേടിക്കാത്തവൻ മനുഷ്യനെ എങ്ങനെയാണ് പേടിക്കുന്നത്? അതുകൊണ്ട് പരാജയം ഏറ്റുവാങ്ങാനുള്ള മനസ്സോടുകൂടെ മാത്രമേ സുശക്തമായ നിലപാടുകൾ എടുക്കുവാനും അതിനെ അന്ത്യം വരെയും പിന്തുടരുവാനും ഒരു വ്യക്തിക്ക് സാധ്യമാകുകയുള്ളൂ. പരാജയം ഏറ്റുവാങ്ങുവാൻ മനസ്സുള്ളവന് മാത്രമേ അവന് നൽകപ്പെട്ട നിയോഗത്തിൻ്റെ അടിത്തറയിൽ ഉറച്ചു നിൽക്കുവാൻ, അന്ത്യം വരെയും സഹിഷ്ണുതയോടെ നിൽക്കുവാൻ സാധ്യമാകുകയുള്ളൂ. വേദപുസ്തകത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ, ഭയങ്കരന്മാരുടെ ചീറ്റൽ മതിലിന്മേൽ കൊടുങ്കാറ്റ് പോലെ അടിക്കുമ്പോൾ അവിടെയും പതറാതെ പിടിച്ചു നിൽക്കാൻ ഒരു ബലഹീനനായ എന്നെപ്പോലുള്ള വ്യക്തിക്ക് കഴിയണമെങ്കിൽ പരാജയം ഏറ്റുവാങ്ങുവാനുള്ളൊരു മനസ്സുണ്ടാകണം. ഞാനിപ്പോൾ കടന്നു പോകുന്ന അവസ്ഥയും അതുതന്നെയാണ്. എന്നെപ്പറ്റി വളരെ പരിതാപത്തോടെ സങ്കടത്തോടെ പരാമർശിക്കുന്ന ആളുകളുണ്ട്. അയ്യോ, എങ്ങനെയൊക്കെ ഇരുന്ന ആളാണ്, എത്രയോ ആളുകൾ ബഹുമാനിച്ചൊക്കെ കൊണ്ടു നടന്ന ആളാണിപ്പോൾ ഏകനായി എല്ലാവരാലും വെറുക്കപ്പെട്ട് ഈ മുതുക്കൻ കഴിയുന്നല്ലോ എന്ന് എന്നെപ്പറ്റി സങ്കടപ്പെടുന്നവരുണ്ട്. എന്നെപ്പറ്റി ആരും സങ്കടപ്പെടണ്ട. നസ്രയനായ യേശു കുരിശ് വഹിച്ചുകൊണ്ട് യഹൂദ പട്ടണത്തിൽ കൂടെ ഗോൽഗോഥയിലേക്ക് പോയപ്പോൾ മറത്തടിച്ച് വിലപിച്ചുകൊണ്ട് അവൻ്റെ പുറകെ വന്ന യഹൂദ കന്യകമാരോട്, സ്ത്രീകളോട് യേശു പറഞ്ഞ വാക്കുകളിലെ, യഹൂദ പുത്രിമാരെ, യെരുശലേം പുത്രിമാരെ, നിങ്ങൾ എനിക്ക് വേണ്ടി കരയരുത്, നിങ്ങളെപ്പറ്റിയും നിങ്ങളുടെ തലമുറകളെപ്പറ്റിയും വിലപിപ്പീൻ. എനിക്കും അത് തന്നെയാണ് പറയാനുള്ളത്. എന്നെപ്പറ്റി ആരും വിലപിക്കണ്ട, ആരും സങ്കടപ്പെടണ്ട, ആരുടെയും പരിതാപം എനിക്ക് ആവശ്യമില്ല. ഞാൻ നിർവഹിക്കുന്നത് എനിക്ക് നൽകപ്പെട്ട നിയോഗം മാത്രമാണ്. ഈ വഴിയിൽ ഏകനായി സഞ്ചരിക്കണമെങ്കിൽ ഞാൻ സ്തുതി സ്തോത്രയാഗങ്ങളോടെ സഞ്ചരിക്കും. അവസാനത്തെ ശ്വാസം വരെയും ഞാൻ ഈ വഴിയിൽ സഞ്ചരിക്കും. ഇത് അഹങ്കാരമല്ല, ഇത് യേശുവിൽ നിന്ന് ഞാൻ പഠിച്ച പാഠമാണ്. പരാജയം ഏറ്റുവാങ്ങുവാൻ മനസ്സുള്ളവൻ മാത്രമേ സത്യത്തിൻ്റെ സാക്ഷിയായി നിലകൊള്ളുവാൻ സാധ്യമാകുകയുള്ളൂ. അവന് മാത്രമേ ആത്മീയമായ ദൗത്യത്തിൻ്റെ മേഖലയിൽ അന്ത്യം വരെയും പിടിച്ചു നിൽക്കാൻ സാധ്യമാകുകയുള്ളൂ. ഈ ഒരു വശത്തിലാണ് വളരെയധികം മേന്മയുള്ള ഒരു വ്യക്തിത്വമായിരുന്ന KP യോഹന്നാൻ എൻ്റെ എളിയ അഭിപ്രായത്തിൽ പരാജയപ്പെട്ടു പോയത്. അദ്ദേഹത്തിന് പരാജയം ഭയമായിരുന്നു. ജീവിതത്തിൽ വലിയ പ്രതീക്ഷയ്ക്കപ്പുറത്ത് വിജയവും നേട്ടങ്ങളും കൈവരിച്ചൊരു വ്യക്തിക്ക് വരാവുന്ന വലിയ ഒരു ബലഹീനതയാണ് പരാജയത്തെ പറ്റിയുള്ള ഭയം. അത് നമ്മെ പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ ആത്മീയമായ മേഖലയിൽ നമുക്ക് നിൽക്കാൻ സാധ്യമാകുകയില്ല. നിന്നാൽ തന്നെയും എല്ലാം പുത്തൂരത്വത്തിൽ കൊണ്ട് അവിടെ ഇവിടെ പൊട്ടിച്ച് കപടഭക്തിയുടെ വേഷമണിഞ്ഞ് ഉള്ളുപൊള്ളയായി വെള്ളത്തേച്ച ശവക്കല്ലറുകൾ പോലെ മാത്രമേ നമുക്ക് നിൽക്കാൻ സാധ്യമാകുകയുള്ളൂ. ഇത് ജീവിതം എന്നെ പഠിപ്പിച്ച അടിസ്ഥാനപരമായ സത്യമാകിയാൽ ഞാനത് ഇന്ന് സാക്ഷീകരിക്കുകയാണ്. ഈ ഒരു ഘടകം മാറ്റിവെച്ചാൽ എനിക്ക് ആരാധ്യനായ KP യോഹന്നാനെ പറ്റി യാതൊരു പരാതിയും പറയാനില്ല. പിന്നെ അദ്ദേഹം അമേരിക്കയിൽ നിന്ന് സംഭാവന കൈക്കൊണ്ടു. ആ സംഭാവന സ്വകാര്യ സ്വത്താക്കി മാറ്റി എന്നൊക്കെ പറയുന്നവരോട് എനിക്കൊരു ചെറിയ ഒരു കാര്യം, തർക്കുത്തരം പറയുന്നതല്ല, നാം യാഥാർത്ഥ്യബോധത്തോടെ ചിന്തിക്കണം എന്നതിന് വേണ്ടി ഞാൻ പറയുകയാണ്. ചർച്ച് ഓഫ് സൗത്ത് ഇന്ത്യയുടെ സിനഡിൻ്റെ സെക്രട്ടറി ആയിരുന്നൊരു സ്ത്രീ പോലീസിനെ പേടിച്ച് ഞാൻ സെൻറ്റ് സ്റ്റീഫൻസ് കോൺവെൻറ്റ് പ്രിൻസിപ്പലായിരിക്കുമ്പോൾ എൻ്റെ ക്യാമ്പസിൽ വന്ന് അഭയം തേടിയതാണ്. 7.5 കോടി രൂപ മോഷ്ടിച്ചു.
സുനാമി റിലീഫ് ഫണ്ടിന് വിദേശത്ത് നിന്ന് അയച്ച പൈസ ചർച്ച് ഓഫ് സൗത്ത് ഇന്ത്യയുടെ സിനഡ് എക്സിക്യൂട്ടീവ് സെക്രട്ടറി ആയിരുന്നൊരു സ്ത്രീ, മുൻ മോഡറേറ്ററുടെ മകളായിരുന്നൊരു സ്ത്രീ മോഷ്ടിച്ചു. അവരെപ്പറ്റി ആർക്കും പ്രശ്നമൊന്നുമില്ല. ചർച്ച് ഓഫ് സൗത്ത് ഇന്ത്യയുടെ മധ്യ കേരള ഡയോസിസിൽ നിന്ന് ഏതാണ്ട് 10-15 വർഷങ്ങൾക്ക് മുൻപ് 8.5 കോടി രൂപ കാണാതായി. അതിനെപ്പറ്റി ആർക്കും ഒരു പ്രശ്നവുമില്ല. ഇവിടെ തിരുവനന്തപുരത്തുള്ള ധർമ്മരാജ റസാലു എന്ന് പറയുന്ന മനുഷ്യൻ കാരക്കോളം മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ കൊടുക്കാമെന്ന് പറഞ്ഞ് 7 കോടി രൂപ ആളുകളിൽ നിന്ന് തട്ടിച്ചു, പിടിച്ചു പറിച്ചു, അഡ്മിഷൻ കൊടുത്തില്ല. നമുക്ക് പ്രശ്നമില്ല, ഇതൊന്നും വേണ്ട. ഞാൻ KP യോഹന്നാനോട് ചോദിച്ചു, ഞാൻ പറയണ്ട എന്ന് വിചാരിച്ചിരുന്നതാണ്, പറയാൻ പോവുകയാണ്. ഞാൻ KP യോഹന്നാനോട് ചോദിച്ചു, താങ്കളെ വാഴിക്കുന്നതിൽ പ്രധാന കാർമ്മികത്വം വഹിച്ച ചർച്ച് ഓഫ് സൗത്ത് ഇന്ത്യയുടെ മോഡറേറ്റർ അദ്ദേഹത്തിന് എത്ര രൂപ കൊടുത്തതെന്ന് ചോദിച്ചു. ഇങ്ങനെ തന്നെ ചോദിച്ചു. ആരാണ് മോഡറേറ്റർ ഞാനായിട്ട് പറയുന്നില്ല. ഞാൻ പറഞ്ഞു അദ്ദേഹത്തിന് 50,000 രൂപ കൊടുത്തുള്ളൂ എന്ന് പറഞ്ഞു. നിങ്ങളത് മനസ്സിലാക്കണം, ഒരു മോഡറേറ്ററിനെ 50,000 രൂപയ്ക്ക് വിലയ്ക്ക് വാങ്ങിക്കാവുന്നൊരു സാഹചര്യത്തിലാണ് നാം സംസാരിക്കുന്നത്. ഞാൻ KP യോഹന്നാൻ ചെയ്ത് ഒന്നും ന്യായീകരിക്കുന്ന കൂട്ടത്തിൽ, ഞാൻ അദ്ദേഹത്തോട് സഹകരിക്കാൻ വിസമ്മതിച്ച വ്യക്തിയാണെന്ന് ആദ്യത്തെ വീഡിയോ ഞാൻ പറഞ്ഞിട്ടുണ്ട്. എങ്കിലും ഞാൻ പറയുന്നു, നമ്മുടെ മധ്യത്തിൽ സ്ഥിതി ചെയ്യുന്ന അവസ്ഥ ഇത് തന്നെയാണ്. പണക്കൊതിയുടെ മുമ്പിൽ മുട്ടുമടക്കാത്ത എത്ര ക്രിസ്ത്യാനികളുണ്ട് എന്ന് ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്. KP യോഹന്നാനെ പറ്റി കൂടുതൽ അസൂയ വരാൻ കാര്യം അദ്ദേഹത്തിന് നമ്മളെക്കാളൊക്കെ 10,000 മടങ്ങ് പണം സമ്പാദിക്കാൻ കഴിവുണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ അമേരിക്കയിൽ പോയി അവിടെ നിന്ന് വലിയ പണം ശേഖരിച്ച് തിരിച്ചു കൊണ്ടുപോകാൻ എല്ലാവർക്കും സാധിക്കും. താല്പര്യമുള്ളവരങ്ങനെ പോകണം. ഞാൻ ആരോടും പരുഷമായി സംസാരിക്കുകയല്ല. അങ്ങനെ പോയി അമേരിക്കയിൽ നിന്ന് പണം പിരിച്ചു കൊണ്ടുവന്ന് ഇവിടെ എസ്റ്റേറ്റ് വാങ്ങിക്കുന്നത് നല്ലതാണെന്നുമല്ല ഞാൻ ഈ പറയുന്നത്. അത് തെറ്റാണ്. അതുകൊണ്ടാണ് ഇദ്ദേഹം തകർന്നു പോയെന്ന് എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. നമുക്ക് ചെയ്യാൻ താല്പര്യമുണ്ട്, പക്ഷേ ചെയ്യാനുള്ള കഴിവില്ല. അങ്ങേർക്ക് ചെയ്യാൻ കഴിവുണ്ട്, അതുകൊണ്ട് അദ്ദേഹം ചെയ്തു, വിജയിച്ചു, അതുകൊണ്ട് അദ്ദേഹം മോശക്കാരനാണെന്ന് പറയരുത്. അത് സത്യസന്ധതയില്ലാത്ത നിലപാടാണ്. നാം വളരെ മുട്ടിപ്പായി പ്രാർത്ഥിക്കണം, കർത്താവേ എൻ്റെ ഉള്ളിൽ നിന്ന് പണക്കൊതി മാറ്റിത്തരണമേ. എനിക്ക് കുഷ്ഠരോഗം വന്നാലും ക്യാൻസർ വന്നാലും ഭ്രാന്ത് പിടിച്ചാലും ഈ പണക്കൊതിയിൽ ഞാൻ തകർന്നു പോകരുത് എന്ന് പ്രാർത്ഥിക്കണം. നിങ്ങൾക്കറിയാമോ, വേദപുസ്തകത്തിൽ പ്രാർത്ഥനയെപ്പറ്റി 100 റെഫറൻസ് ഉണ്ടെങ്കിൽ പണത്തെപ്പറ്റി 400 റെഫറൻസ് ഉണ്ട്. 4 ഇരട്ടി റെഫറൻസ് ഉണ്ട്. നിങ്ങൾക്കറിയാമോ? കാരണം എന്താണ്? നിങ്ങൾ 10 ദിവസം പ്രാർത്ഥിച്ചില്ലെങ്കിലും വലിയ പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഒരു ദിവസം നിങ്ങൾ പണത്തിൻ്റെ മുമ്പിൽ മുട്ടുമടക്കിയാൽ നിങ്ങൾ തരിപ്പണമായി പോകും. ഈ ഒരു യാഥാർത്ഥ്യം തിരിച്ചറിയാത്ത ക്രിസ്ത്യാനിയാണ്. നാം പണ്ടുതൊട്ടേ പറയാറില്ലേ, സുറിയാനി ക്രിസ്ത്യാനി കമന്ന് വീണാൽ കാപ്പണം കൊണ്ട് എഴുന്നേക്കത്തുള്ളൂ. അത് ശരിയല്ലേ? അങ്ങനെ ഇരിക്കുന്ന മഹാന്മാരാണ് ഈ സമയത്ത് ആരെയെങ്കിലും വിമർശിച്ചാൽ ഞാൻ നല്ലവനാണ്, ഞാൻ സത്യസന്ധനാണ്, ഇപ്രകാരമുള്ള ബലഹീനതയ്ക്ക് അതീതനാണ് എന്നൊക്കെ ആളുകൾ ധരിക്കും എന്ന് വിചാരിക്കും. ഇല്ല, ഞാൻ നിങ്ങളോട് പറയുന്നു, ഞാൻ വളരെ വളരെ ഘോരമായി എന്നോട് സമരം ചെയ്തിട്ടുണ്ട്. എന്താണ്? ഈ മോഹം എന്നെ കീഴടക്കരുതേ, ഈ ആർത്തിയിൽ ഞാൻ വെന്തു പോകരുതേ, ദൈവമേ എന്നെ സംരക്ഷിക്കണമേ എന്ന് ഞാൻ മുട്ടിപ്പായി പ്രാർത്ഥിച്ചിട്ടുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്. ഞാൻ വളരെ വളരെ നന്ദിയോടെ ദൈവസന്നിധിയിൽ സ്തുതി സ്തോത്രയാഗങ്ങൾ അർപ്പിക്കുന്ന ഒരേ ഒരു വിഷയം എന്താണെന്നറിയാമോ? കറപുരണ്ട ഒരു നോട്ട് എൻ്റെ കയ്യിൽ ഉണ്ടാകുവാൻ ഇടയായില്ലല്ലോ എന്നുള്ളതാണ്. സ്തോത്രം, ഹല്ലേലൂയ. അതെൻ്റെ നേട്ടമല്ല, പരാജയം ഏറ്റുവാങ്ങുവാനുള്ളൊരു മനസ്സ് എനിക്ക് ദൈവം തന്നു എന്നുള്ളതാണ്. ഞാൻ നിങ്ങളോട് സത്യമായി പറയുന്നു, എനിക്ക് ഉണ്ടായിരുന്ന അവസരം ഉപയോഗിച്ച് ഞാൻ കോടികൾ ഉണ്ടാക്കിയിരുന്നുവെങ്കിൽ, ഞാനായിരുന്ന ചുമതലകളിൽ, ഞാൻ വഹിച്ച പദവികളിൽ കോടിക്കണക്കിന്, ഞാൻ അതിശയോക്തി പറയില്ല, കോടിക്കണക്കിന്
സ്വത്തുണ്ടാക്കാമായിരുന്നു. എൻ്റെ കൂടെ ജോലി ചെയ്തവർ ഉണ്ടാക്കിയിട്ടുമുണ്ട്. ഞാൻ എൻ്റെ വിശദാംശങ്ങൾ പറയുന്നില്ല. എൻ്റെ കയ്യിൽ ഒരു 100 കോടി രൂപ ഉണ്ടായിരുന്നുവെങ്കിൽ എൻ്റെ മുറ്റത്ത് എന്നും ആളുണ്ടാകുമായിരുന്നു. ക്രിസ്ത്യാനി എന്നെ വിലമതിക്കുമായിരുന്നു. ഞാൻ സത്യസന്ധനായി ജീവിച്ചത് കൊണ്ട്, ലളിതമായി ഇന്നും ജീവിക്കുന്നത് കൊണ്ട്, ഞാൻ ലൈൻ ബസ്സിൽ കയറി യാത്ര ചെയ്യുന്നത് കൊണ്ട്, ഞാൻ പലയിടത്തും നടന്നു പോകുന്നത് കൊണ്ട്, സാധാരണ വസ്ത്രം ധരിക്കുന്നത് കൊണ്ട്, മൂടി ഇല്ലാത്തത് കൊണ്ട് ഈ മനുഷ്യന് വെറും മണ്ടനാണ് എന്ന് വിചാരിക്കുന്ന ആളുകളാണ് ഭൂരിപക്ഷം. എനിക്ക് പരാതി ഉണ്ടായിട്ട് പറയുന്നതല്ല, ആരുടെയും സർട്ടിഫിക്കറ്റ് കൊണ്ട് ജീവിക്കുന്ന വ്യക്തിയല്ല ഞാൻ. നമ്മുടെ മധ്യത്തിൽ സ്ഥിതി ചെയ്യുന്ന കാഴ്ചപ്പാട് ഇപ്രകാരമാണെന്ന് മാത്രം ഞാൻ പറയുകയാണ്. നിങ്ങൾ കഴിയുമെങ്കിൽ ആഡം സ്മിത്ത് എഴുതിയ എ തിയറി ഓഫ് മോറൽ സെൻറ്റിമെൻറ്റ് എന്ന പുസ്തകം വായിക്കണം. ആഡം സ്മിത്തിനെ വിശ്വപ്രസിദ്ധമായ ഒരു പുസ്തകം വെൽത്ത് ഓഫ് നേഷൻസ് എന്ന പുസ്തകത്തിൻ്റെ എഴുത്തുകാരനായിട്ടാണ്, ഓതറായിട്ടാണ് ലോകം അറിയുന്നത്. പക്ഷേ ഞാൻ അദ്ദേഹത്തെ കൂടുതൽ വിലമതിക്കുന്നത് എ തിയറി ഓഫ് മോറൽ സെൻറ്റിമെൻറ്റ് എന്ന അദ്ദേഹത്തിൻ്റെ പുസ്തകത്തെ ആസ്പദമാക്കിയാണ്. അതിൽ അദ്ദേഹം പറയുന്ന അനേക വലിയ വലിയ ആശയങ്ങൾ. അതിൽ പറയുന്നത് മനുഷ്യനെപ്പോൾ പണത്തിന് പ്രാധാന്യം കൽപ്പിക്കുന്നു, ആ നിമിഷം മുതൽ ഒരു വ്യക്തിയെപ്പോലും അവൻ്റെ വ്യക്തിത്വത്തിൻ്റെ മാഹാത്മ്യം അനുസരിച്ച് കാണുവാനോ വിലമതിക്കുവാനോ ഉള്ള കഴിവ് പിന്നെ അവശേഷിക്കുകയില്ല. പിന്നെ മനുഷ്യൻ്റെ മാഹാത്മ്യം അളക്കുന്നത് അവൻ്റെ സമ്പത്തിൻ്റെ വലിപ്പം അനുസരിച്ച് മാത്രമായിരിക്കുമെന്ന് ആഡം സ്മിത്ത്, വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് ഇക്കോണമിസ്റ്റ് ഓഫ് ഓൾ ടൈംസ്, എ തിയറി ഓഫ് മോറൽ സെൻറ്റിമെൻറ്റ്സ് പറയുന്നത് എത്രയോ അച്ചട്ടാണ്. കേരളത്തിലെ ക്രിസ്ത്യാനികളുടെ മധ്യത്തിൽ പണക്കൊഴുപ്പില്ലാത്ത ആർക്കെങ്കിലും ഇടമുണ്ടോ എന്ന് നിങ്ങൾ അന്വേഷിക്കണം. ഞാൻ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നില്ല. ഞാൻ പറയുന്നത് ഇതൊരു ശാപമാണ്. ഇതിൻ്റെ ഭീകരത തിരിച്ചറിയുവാൻ നാം ഈ വൈകിയ വേളയിലെങ്കിലും കൂട്ടാക്കണം. നാം എന്തുകൊണ്ടാണ് ധനത്തെ ഇത്രമാത്രം സ്നേഹിക്കുന്നത്, പ്രേമിക്കുന്നത്, ആശ്രയിക്കുന്നത്? ഞാൻ വീണ്ടും നിങ്ങളോട് പറയുന്നു, പരാജയം ഏറ്റുവാങ്ങാനുള്ള ഭയം കൊണ്ടാണ്. നമ്മുടെ ആശ്രയം പണത്തിൽ മാത്രമാണ്. കാരണം നാം പരാജയപ്പെട്ടു പോകരുത്, നമുക്ക് വിലയില്ലാത്തവരാകരുത്. നമ്മുടെ വില എന്താണ്? ബാങ്ക് ബാലൻസാണ്. ഭൗതികമായ സമ്പത്ത് മാത്രമാണ് നമ്മുടെ വിലയുടെ ആധാരം. അങ്ങനെയുള്ളൊരു സംസ്കാരത്തിൽ KP യോഹന്നാൻ അല്ലാതെ പിന്നെ ആരുണ്ടാകണമെന്നാണ് നിങ്ങൾ പറയുന്നത്? KP യോഹന്നാൻ്റെ മുഖത്ത് നോക്കി എടോ താൻ ഇങ്ങനെ ആയിപ്പോയല്ലോ എന്ന് പറയാൻ ചങ്കൂറ്റമുള്ളൊരു ഒറ്റ മെത്രാനെ കാണിച്ചു തരാമോ? നിങ്ങൾക്ക് കാണിച്ചു തരാമോ? ആലോചിച്ച് നോക്കണം. KP യോഹന്നാൻ്റെ വിരലനക്കിയാൽ അവിടെ വന്ന് നിൽക്കുന്ന മെത്രാന്മാരായിരുന്നു കേരളത്തിലുണ്ടായിരുന്നത്. ഞാൻ ദൃക്സാക്ഷിയാണ്. അവരെപ്പറ്റിയൊന്നും യാതൊരു പ്രശ്നവും നമുക്കില്ല. ഞാൻ പറഞ്ഞില്ലേ, 50,000 രൂപയ്ക്ക് സ്വയം സഭയെ വിറ്റ ഒരു മോഡറേറ്ററാണ് KP യോഹന്നാൻ്റെ തലയിൽ കൈവച്ച് അഭിഷേകം ചെയ്തത്. അദ്ദേഹത്തെ പറ്റി ആർക്കും ഒരു പരാതിയുമില്ല. KP യോഹന്നാൻ കോടികളുണ്ടാക്കി. അതയാളുടെ മിടുക്കായിരുന്നു. ആ മിടുക്കാണ് അയാളെ കൊന്നത്. എന്നാലും നാം പാഠം പഠിക്കുന്നില്ല. ഇതാണ് എൻ്റെ സങ്കടം. ദയവായി ക്ഷമിക്കണം. ഞാൻ അതിരുവിട്ടെന്തെങ്കിലും സംസാരിച്ചിട്ടുണ്ടെങ്കിൽ പൊറുക്കണം. മാപ്പ്.